ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ടിപ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എളുപ്പത്തിൽ സാരി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാരി എടുക്കാൻ അറിയാത്തവർക്ക് പോലും എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അപ്പൊ അധികം പറഞ്ഞ് പുറപ്പിക്കുന്നുള്ള വീഡിയോയിലോട്ട് എടുക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ അച്ചാറിന്റെ കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്കവരുടെ വീട്ടിൽ ഇതുപോലുള്ള അച്ചാറിന്റെ ഒക്കെ കുപ്പി കാണും അല്ലെ. അപ്പൊ അതിലുള്ള അച്ചാറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്ന് ക്ലീൻ ചെയ്യാന്നുള്ളത് വലിയൊരു പാടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എണ്ണ കൂടുതലുള്ള അച്ചാറൊക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പൊ അതെങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ നോക്കാം. നമ്മുടെ കയ്യിൽ ആ ഒരു അച്ചാറിന്റെ എണ്ണയൊന്നും ആവാതെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതുപോലുള്ള അച്ചാറിന്റെ കുപ്പി എടുത്തതിന് ശേഷം അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലുള്ള ടിഷ്യൂ പേപ്പർ ആണ്. ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ യൂസ് ചെയ്യാം കേട്ടോ. സാധാരണ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു ന്യൂസ് പേപ്പറും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ, ഏതാണോ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി എണ്ണയൊക്കെയുള്ള ചെറുകുപ്പിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം ഈ ഒരു കുപ്പിയിൽ വലുതായിട്ട് എണ്ണ മെഴുക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഒരു കുപ്പി അതിന്റെ അടുപ്പ് വെച്ച് അടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ആ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഈ ഒരു അച്ചാറ് കുപ്പിയിലുള്ള എണ്ണമെഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ടിഷ്യൂ പേപ്പർ കളഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു കുപ്പി വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ കയ്യിലൊന്നും ഒട്ടും എണ്ണയാവാതെ അച്ചാറ് കുപ്പി നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടിഷ്യൂ പേപ്പറിന് പകരമായിട്ട് നമ്മൾ ഡിഷ് വാഷിംഗ് സ്പോഞ്ചൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകുകയാണെങ്കിൽ ആ ഒരു അച്ചാറിന്റെ എണ്ണമയം മൊത്തം ആ ഒരു സ്പോഞ്ചിലോട്ട് പിടിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു സ്പോഞ്ച് മൊത്തം വൃത്തികേടാവുകയും ചെയ്യും. അപ്പൊ ഇതൊന്നും അല്ലാതെ നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റുന്ന രീതിയാണിത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ ടിഷ്യൂ ബോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ടിഷ്യൂ ബോക്സ് ഒക്കെ വാങ്ങാറുണ്ടല്ലേ. അപ്പൊ ഈ ഒരു ടിഷ്യൂ ബോക്സ് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് തീരാറുമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ ഈ ഒരു ടിഷ്യൂ ബോക്സിൽ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ മിക്കവരുടെയും വീട്ടിൽ ഈ ഒരു ടിഷ്യൂ ബോക്സ് തീരാനുള്ള പ്രധാന കാരണം കുട്ടികൾ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് തീരാതിരിക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ടിഷ്യൂ ബോക്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ എന്താ ടിഷ്യൂ ബോക്സിന്റെ ഈ ഒരു സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ടിഷ്യൂ ബോക്സ് വൃത്തികേടാതെ തന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ടിഷ്യൂ പേപ്പർ മുഴുവനായിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ ഒരു ടിഷ്യൂ പേപ്പറിന്റെ അടുക്കൊന്നും ഇളക്കാതെ അതേപോലെ ടേബിളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു പേപ്പർ കട്ടറോ ബ്ലേഡോ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരെ പകുതിയായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു 2 ടിഷ്യൂ പേപ്പറും ആ ഒരു ബോക്സിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് നേരത്തെ ഓപ്പൺ ചെയ്ത ഭാഗത്തിന്റെ ഉള്ളിൽ കൂടി തന്നെ ആ ഒരു ടിഷ്യൂ പേപ്പർ അതിലോട്ട് വെച്ചു കൊടുക്കാം. ഇതേപോലെ അടുത്ത ടിഷ്യൂ പേപ്പറും കൂടി വെച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ടിഷ്യൂ പേപ്പറും അതേപോലെ തന്നെ ഞാൻ വെച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ടിഷ്യൂ ബോക്സിന്റെ മുകൾ ഭാഗം ഇതുപോലെ ഒരു പേപ്പർ കട്ടർ വെച്ചിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത സൈഡും ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇത് 2 സൈഡും അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നടുവിലത്തെ ഭാഗം ഞാൻ അതുപോലെ തന്നെ വെച്ചേക്കാണ്. ഈ ഒരു 2 സൈഡും കട്ട് ചെയ്തത് കൊണ്ട് തന്നെ നടുവിലത്തെ ഭാഗം പെട്ടെന്ന് ഇങ്ങനെ ഇളകിപ്പോരും. അതുകൊണ്ട് തന്നെ നടുവിലത്തെ ഭാഗത്ത് ഒരു ചെറിയൊരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാവുന്നതാണ്. 2 സൈഡും നമുക്ക് ടിഷ്യൂ പേപ്പർ എടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ സ്റ്റഡി റൂമിലൊക്കെ ഇതുപോലെ ടിഷ്യൂ ബോക്സ് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു ടിഷ്യൂ പേപ്പർ പെട്ടെന്ന് തീരുന്നുള്ള പ്രശ്നം ഇല്ലാണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ സാരിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിൽ മിക്ക പേർക്കും സാരിയൊക്കെ ഉടുക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലേ. എന്നാൽ അത് ഉടുത്തെടുക്കാനുള്ള മടി കൊണ്ട് തന്നെ സാരി ഉപേക്ഷിക്കാറാണ് പതിവ്. അങ്ങനെ പെട്ടെന്ന് സാരിയൊക്കെ ഉടുത്തിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം സാരിയൊക്കെ ഉപേക്ഷിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന കാർഡ്ബോർഡ് പീസ് മാത്രമാണ്. ഇപ്പം ഞാൻ ഇത് എൻ്റെ കയ്യിൽ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുന്ന ടൈമിൽ ഇതിന്റെ കട്ടി കുറഞ്ഞ ടൈപ്പ് എടുക്കണം കേട്ടോ.
ഇപ്പൊ കണ്ടില്ലേ, ഇത് നന്നായിട്ട് കനം കുറഞ്ഞ ടൈപ്പാണ്. അപ്പോൾ ഇതുപോലുള്ള ടൈപ്പ് എടുക്കണം. ഈ ഒരു രീതിയിൽ പരമാവധി കനം കുറഞ്ഞ ടൈപ്പ് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് 10 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരം ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചതുരത്തിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള 24 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതാ ആ ഒരു കാർഡ്ബോർഡ് പീസ്, അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പീസ് ഈ ഒരു കാർഡ്ബോർഡിലോട്ട് വെച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് 24 പീസും കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ എല്ലാം ഒരേ സൈസിലായിരിക്കണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോഴും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം ഒരേ സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലൊരു ടേപ്പാണ്. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ബ്രൗൺ ടേപ്പാണ്. നിങ്ങളുടെ കയ്യിൽ ക്ലിയർ ടേപ്പ് ആണെങ്കിൽ ആ ഒരു ക്ലിയർ ടേപ്പ് എടുത്താലും മതി. പിന്നെ ഈ ടേപ്പ് എടുക്കുന്ന ടൈമിൽ ഇതുപോലെ വീതിയുള്ള ടേപ്പ് വേണം എടുക്കാനായിട്ട്. ഇനി ഈ ഒരു ടാപ്പ് ഞാൻ ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ആ ഒരു ഒട്ടുന്ന ഭാഗം മുകളിലായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. നമ്മുടെ ഏതെങ്കിലും ടേബിളിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി. ആ ഒരു ഗമ്മുള്ള ഭാഗമാണ് ഞാൻ മുകളിലായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, ആ ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. പിന്നെ ഓരോ കാർഡ്ബോർഡ് പീസും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് നമ്മുടെ കൈവിരലിന്റെ ഇതുപോലെ വെച്ചിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട്. അതായത് ഓരോ കാർഡ്ബോർഡ് പീസും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഈ ഒരു വിരലിന്റെ അകലായിരിക്കണം. കണ്ടില്ലേ, ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് വേണം അടുത്ത കാർഡ്ബോർഡ് പീസ് നമ്മൾ വെക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇത് അവസാനത്തെ കാർഡ്ബോർഡ് പീസും അതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ടാപ്പ് അതുപോലെ തന്നെ മടക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ ആ ഒരു ടാപ്പ് അതുപോലെ തന്നെ, അതായത് നമ്മൾ ഒട്ടിച്ച ഭാഗത്ത് കൂടി തന്നെ ഒന്നുകൂടി അതിനെ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് എല്ലാ കാർഡ്ബോർഡ് പീസും ഈ ഒരു രീതിയിൽ തന്നെ കവർ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഇതെല്ലാം അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതായത് രണ്ട് സൈഡും നമ്മുടെ ടേപ്പാണ് കാണുന്നത്. കാർഡ്ബോർഡ് പീസ് അതിന്റെ സെന്ററിലാണ് ഉള്ളത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് സാരി എടുക്കാൻ നോക്കാം. സാരി എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് സമയം പോകുന്നത് അതിന്റെ മുന്താണി പ്ലീറ്റിങ്ങിലാണ്. ആദ്യം നമുക്ക് നമ്മുടെ ഉണ്ടാക്കിയ കാർഡ് ടേബിളിന്റെ മുകളിലോട്ട് വിരിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് സാരി വെക്കുക. അതായത് സാരിയുടെ മുന്താണിയാണ് വെക്കേണ്ടത്. ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ സാരി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെച്ചു കൊടുത്തത് ഈ ഒരു 12 കാർഡിന്റെ മുകളിലാണ് കേട്ടോ സാരി വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള 12 കാർഡ് സാരിയുടെ മുകളിൽ കൂടി ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. അതായത് സാരിയുടെ വീതി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ 12 കാർഡിന് തുല്യമായിരിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ വെച്ചു കൊടുത്തത് 12 കാർഡ് സാരിയുടെ മുന്താണിയുടെ അടിയിലായിട്ട് വരും. പിന്നെ 12 കാർഡ് സാരിയുടെ മുകളിലായിട്ടും വരും. ഇനി ഈ 2 കാർഡും സാരിയും ഒന്നിച്ചിതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. അതായത് കാർഡിന്റെ വീതിക്ക് അനുസരിച്ച് നമ്മൾ സാരി മടക്കിയെടുക്കുകയാണ്. ഇതുപോലെ ഈസി ആയിട്ട് നമുക്കൊന്ന് പ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന ടൈമിൽ വലിയൊരു കാര്യമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും കേട്ടോ. കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈസി ആയിട്ട് തന്നെ സാരിയുടെ മുന്താണി പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വെച്ചു കൊടുത്ത കാർഡ്ബോർഡ് ഉണ്ടല്ലോ, ആ ഒരു കാർഡ്ബോർഡ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പം ഞാൻ ഇത് സാരി ലെവൽ ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സാരിയുടെ സൈഡ് ഭാഗത്ത് നിന്ന് നമുക്ക് ആ ഒരു കാർഡ് ഉണ്ടല്ലോ, അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ വലിച്ചൊന്ന് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു കാർഡ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് സാധാരണ പോലെ പ്ലീറ്റ് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം സാരി എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇതുപോലൊരു കാർഡ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സാരി ഒന്ന് പ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ഈ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ സാധാരണ നിങ്ങൾ എത്രയാണോ സാരിയുടെ പ്ലീറ്റിന്റെ വീതി എടുക്കാറ് ആ ഒരു വീതിക്ക് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചിലവർ തടി കൂടുതലുള്ളവരായിരിക്കാം, ചിലവർ തടി കുറഞ്ഞവരായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കൊടുത്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ ചിലവർ തടി കൂടുതലുള്ളവരുണ്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ തടി കുറഞ്ഞവരായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച്, അതായത് നിങ്ങളുടെ ഷോൾഡറിനനുസരിച്ചിട്ട് ഈ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. തടി കുറഞ്ഞവർ എടുക്കുന്ന പ്ലീറ്റിനേക്കാട്ടും കൂടുതലായിരിക്കും തടി കൂടുതലുള്ളവർ എടുക്കുക. അപ്പോൾ അതിനനുസരിച്ചൊന്ന് ഈ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള കാർഡിൻ്റെ വീതി എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ നിങ്ങൾ തടി കൂടുതലുള്ളവരൊക്കെ ആണെങ്കിൽ 11 തൊട്ടിട്ട് 11.5 സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കുക കേട്ടോ. ഇല്ല, തടി കുറഞ്ഞവരൊക്കെ ആണെങ്കിൽ 8.5 തൊട്ടിട്ട് 9 സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കാം. അതായത് നമ്മൾ സാധാരണ എടുക്കുന്ന സാരിയുടെ പ്ലീറ്റിനനുസരിച്ച് നമുക്ക് ഈ ഒരു കാർഡ് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ ഇതുപോലൊരു കാർഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സാരി വേണമെങ്കിലും എളുപ്പത്തിൽ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല ഈ ഒരു കാർഡ് നമ്മൾ ഒറ്റ തവണ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ സാരിയുടെ പ്ലീറ്റൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.